ഞാൻ ഫസ്റ്റ് ബസ്സാണെങ്കിൽ സെക്കൻഡ് ബസ് വെയിറ്റ് ചെയ്തിട്ടാണ് തണുത്തിട്ട് വരിക. അപ്പം തണുപ്പേക്ക് ബസ് കയറിയിട്ട് സെക്കൻഡ് സ്റ്റോപ്പിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇപ്പം ഡിസംബർ പകുതി ആകുമ്പോഴാണ് മഞ്ഞ് വീഴുന്നത്. പക്ഷേ ഇപ്പം നല്ല മഴക്കാലമാണ്. മഴ നന്നായിട്ട് വരുന്നുണ്ട്. പുറത്ത് കാറ്റ് വിറച്ചിട്ട് നമ്മുടെ എന്നാ കൈയൊക്കെ മരവിച്ചിട്ട് ഒരുമാതിരി നഖമൊക്കെ ബ്ലൂഷ് കളറായിട്ട് അങ്ങനെ വരും. ഈ ഭയങ്കര കാറ്റ് സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ പിന്നെ ഇപ്പം കോളെന്ന് പറയുമ്പോൾ ശരിക്കും ഇതാണ് ഈ മാസമാണ്. അതായത് എല്ലാ ഇലയും പൊഴിഞ്ഞ് കിടക്കുന്നുണ്ടോ, ഫുള്ള് മരത്തിൻ്റെ ഇതെല്ലാം പൊഴിഞ്ഞ് തീരും. അടുത്ത മാസം ആകുമ്പോഴത്തേക്കിനും ഇലയെല്ലാം പൊഴിഞ്ഞ് ഒരുവിധം തീരും. എന്നിട്ട് പിന്നെ വിൻ്ററായി. ഇപ്പോഴും ഇവിടെ കാനഡയിൽ പലയിടത്തും മഞ്ഞൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് മഞ്ഞ് എപ്പോഴായിരുന്നു? ഡിസംബർ പോട്ടെ, ഒക്ടോബർ 31 എന്തോ ആയിരുന്നു മഞ്ഞ് പെയ്യാമെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അവിടെ കാനഡയിൽ ഏതോ ഏരിയയിൽ. ഞാനിവിടെ ഡക്കാസ്കാരിലെത്തി. എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അവളിവിടെ എവിടെയോ വന്ന് നിൽപ്പുണ്ട്. നീ തപ്പി കണ്ടുപിടിക്കണം. അവളെന്നൊക്കെ ഒന്ന് കൊല വിളിക്കും. അവളോട് ഞാൻ നേരത്തെ വന്ന് നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവളാണ് നേരത്തെ വന്ന് നിൽക്കുന്നത്, ഞാനാണ് താമസിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് കുറേ സമയം കളഞ്ഞ് ലാസ്റ്റ് ഇവള് തന്നെ എന്നെ തേടി പിടിച്ചു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇത് സാവരിയ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവള് ഏതൊക്കെ സിനിമ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് കയറിയാലും ഇങ്ങനെ ആലോചിക്കുകയാണ്. നല്ല സിനിമയാണ് ഞങ്ങൾ ഉറപ്പായിട്ടും. അപ്പം സിനിമയാണെങ്കിൽ ഞങ്ങൾ പൈസ കൊടുത്തു തരാം. അപ്പം സിനിമയുടെ അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങൾ സിനിമയ്ക്ക് കയറി. ഇതുവരെ തുടങ്ങിയിട്ടൊന്നുമില്ല. ഇവിടെ സിനിമ 20 മിനിറ്റ് വരെ ഡിലേ ആകും എന്നൊക്കെയാണ് സാവരിയ പറയുന്നത്. കഴിയത്തില്ല. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും മെയിനായിട്ട് മലയാളി. മലയാളം സംസാരിക്കാൻ എനിക്ക് മനസ്സിലായില്ലേ? മലയാളി ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എറണാകുളം ഫാൻസ്, ഐ ലവ് യു. ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. വേണ്ട, ഞങ്ങൾ ട്രാമ്പ് എടുത്തിട്ട് ചൈന ടൗൺ പോകാൻ നിൽക്കുവാണ്. ഇവളാണ് എൻ്റെ ഒഫീഷ്യൽ നാവിഗേറ്റർ. ടൈലർ സ്വിഫ്റ്റിൻ്റെ ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ. ഈ കട എല്ലാം ചൈനീസ് ആണ്. ഏതോ ഒരു ചൈനീസ് മെഡിസിൻ പഠിക്കുന്ന കോളേജൊക്കെ ഇവിടെ അടുത്തുണ്ട്. പിന്നെന്താ കംപ്ലീറ്റ് എന്താണ് എന്നെ ഇവിടെ ഇതോ നല്ല കടയുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ട്രാമ്പ്. കാണിക്കാൻ വേണ്ടിയിട്ട് പാസ്സായി പോയി. അങ്ങോട്ട് കണ്ട് ഇതാണോ? ഇത് നല്ല ചിവയാണ്. അപ്പോൾ ഇതാണ് ഇവള് പറഞ്ഞ കട. ഓക്കെ, ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം പ്രൈസ് ഇതുപോലത്തെ പേപ്പർ ഇവിടെ അയച്ചിട്ടുണ്ടായിരിക്കും എല്ലാ ടേബിളിലും. ഇത് ഇതിനോട്ട് നമ്മൾ ടിക്കി കൊടുക്കണം. ഈ സൈഡിൽ ടിക്കി കൊടുക്കാൻ വേണ്ടി അവർ കൊടുക്കും. അപ്പം ഇവിടെ ലാർജ് മീഡിയം ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. ഇത് കണ്ടോ, ചോപ്സ്റ്റിക്കെല്ലാം എല്ലാ ടൈമിലും അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
കേരള ലവേഴ്സ് ആയത് കാരണം ഇങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചോപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യാൻ അറിയാം. ഇങ്ങനെ ചോപ്സ്റ്റിക് കുത്തിച്ചാരി വെക്കുന്ന ഫുഡിനകത്തൊക്കെ അറിയാം. എനിക്ക് വയ്യ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വെളിയിലിറങ്ങി. ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി. കടകൾ മുഴുവൻ അടഞ്ഞു പോയിട്ട് ഒരു സമയം 2 മണിക്ക് ആയിട്ടുണ്ട്. ഒരു 12 മണിക്കായിരുന്നു വലിയ ശരിയില്ലായിരുന്നു. കടയിൽ മറന്നു പോയിട്ടില്ല. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടയെല്ലാം അടഞ്ഞു പോയി. ഡീറ്റെയിലായിട്ട് കഴിക്കാൻ പറ്റില്ല. ഞങ്ങളൊരു ദോശ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ മാറിയിട്ടില്ല. ദോശ കഴിച്ചിട്ട് വന്നു. അങ്ങനെ ഒരു ചിക്കൻ ടിക്ക ദോശ പറഞ്ഞിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ദോശ ലീവ് ആൻഡ് ലവ് ദോശ. അപ്പോൾ ഇതാണ് ചിക്കൻ ടിക്ക ദോശ. ഇവിടെ മലയാളം പാടുന്നുണ്ട്. അല്ല, അടിപൊളിയാണ്. നല്ല കട ഗൈസ്. Thank you for watching, guys. Do not forget to like, share, comment, subscribe. Okay, bye.